ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. മിസ്മേക്ക് ചലാട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്കൂൾക്കോ ഓഫീസിൽക്കോ ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയ 3 തരം കൂട്ടാൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എങ്ങനെയും നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല എരിയുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് എല്ലുള്ളതും കുറച്ച് എല്ലില്ലാത്തതുമായിട്ടുള്ള പീസാണ്. അധികം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വരുന്ന ഗരം മസാല ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല കയ്യിലില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഒരല്പം ഗരം മസാല കൂട്ടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതെല്ലാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഇതിലേക്ക് ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് സ്കൂൾക്കൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ സമയമില്ലാത്ത സമയമാണെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ വേണമെങ്കിൽ ഇത് തലേദിവസം രാത്രി ഇങ്ങനെ മസാല തേച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഈ പണി ഈസി ആയിരിക്കും. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാൻ മാറുന്നത് കൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത് തലേദിവസം രാത്രി ഇങ്ങനെ മിക്സാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ സിമ്പിളാണ് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ സ്കൂൾക്ക് ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി കൂട്ടാനുകളാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ അതായത് ഇവിടെ എന്താ പറയുക അരവ് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഒരുപാട് ഓയിലൊന്നും ആവശ്യമില്ല. 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ ഇത് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 7 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഒരുപാട് മൂത്ത് ഇങ്ങനെ വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് നമ്മളിവിടെ അരവ് തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ കുറേ ടൈമൊന്നും എടുക്കില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. അധികവും എല്ലില്ലാത്ത ചിക്കൻ ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബോൺലെസ് ചിക്കൻ കുക്കായി കിട്ടും. ഈ എന്താ പറയുക എണ്ണയും ഈ കറിവേപ്പിലയും ഈ വെളുത്തുള്ളിയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ നിരത്തി കൊടുക്കുക. ഒരു 10-20 സെക്കൻഡ് കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. എന്നാൽ ഒരു ഭാഗം ഇങ്ങനെ നന്നായിട്ടൊന്ന് മുരിഞ്ഞിങ്ങനെ വന്നിട്ടുണ്ടാവും, കുക്കായിട്ടുണ്ടാവും. അപ്പോൾ മറ്റേ ഭാഗം കൂടി റെഡിയാകാൻ വേണ്ടി എല്ലാതും കൂടി ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ടിട്ട് ജസ്റ്റ് എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് മിക്സാക്കി വെക്കുക. എന്നിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തേക്ക് ആക്കിയിട്ട് ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. 5 മിനിറ്റ് ഇത് അടച്ച് വെക്കുന്ന സമയത്ത് നമ്മളിത് എന്താ പറയുക അങ്ങനെ തന്നെ ഇട്ട് പോകരുത്. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റൊക്കെ ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല അത്യാവശ്യമായിട്ടും കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് നമ്മളിത് ചേർത്ത് കൊടുക്കും. ഇപ്പോൾ നോക്കാം, നല്ല ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. ഒരുപാട് ഓയിലൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഇതിലേക്ക് ഞാൻ സ്വീറ്റ് ആൻഡ് സ്പൈസി ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റാട്ടോ ഈ ഒരു സോസിന്. അപ്പോൾ ഇതൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പും എരിവും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി. കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യങ്ങളും റെഡിയാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തിട്ട് സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടോ, ഇതിനകത്ത് നമ്മൾ ചേർത്ത എണ്ണയൊന്നും ഒരുപാട് ഇത് വലിച്ചു കുടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ചിക്കൻ ഫ്രൈ അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ റെഡിയാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഇതിപ്പോൾ നമുക്ക് ചോറിന് മാത്രമല്ല, ഒന്ന് കഞ്ഞിക്കൊപ്പവും കഴിക്കാം, ഇത് ചപ്പാത്തിക്കൊക്കെ കഴിക്കാം. ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പുട്ടിൻ്റെ ഒപ്പമൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് വെറും ചായയുടെ ഒപ്പം ഇതിങ്ങനെ എടുത്ത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂടാണ് കേട്ടോ. ഞാൻ ഇത് നിങ്ങളിത് പൊട്ടിച്ച് കാണിക്കാമെന്ന് എഴുതിയിട്ട് ഞാൻ കാണിച്ചതാണ്. കണ്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇങ്ങനെ കഴിച്ചാൽ കഴിച്ചുകൊണ്ടേയിരിക്കും. അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞാൻ അടുത്തത് നമുക്ക് നോക്കാം.
അടുത്തത് നമ്മൾ സോയ ചങ്ക്സ് കൊണ്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഞാൻ 250 ml കപ്പിൽ 1.25 കപ്പ് സോയ ചങ്ക്സ് ആണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതനുസരിച്ച് എടുക്കുക. അതനുസരിച്ച് എടുക്കുമ്പോൾ എല്ലാ ചേരുവകളും അതേപോലെ കൂട്ടിയെടുക്കാനും നോക്കുക കേട്ടോ. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഇത് നിറച്ചൊഴിച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിവിടെ അടച്ചു വെക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് കുതിർന്ന് കിട്ടിക്കോളും. കണ്ടോ, അപ്പോൾ ദേ നന്നായിട്ട് ഇത് കുതിർന്ന് വന്നിട്ടുണ്ട്. കണ്ടോ, ഒരുവിധമൊക്കെ കുക്കായിട്ടുമുണ്ട്. നല്ല തിളച്ച വെള്ളമല്ലേ ഒഴിച്ചത്. ഇനി ആ വെള്ളമെല്ലാം കളഞ്ഞ് ഒരു 5-6 പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുക്കുക കേട്ടോ. അതിനുശേഷം ആ വെള്ളം വാർത്തെടുക്കുക. നന്നായിട്ട് വെള്ളം പിഴിഞ്ഞോളാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ വലുപ്പം അതനുസരിച്ച് കട്ടാക്കാം. ഞാൻ വലുത് ഒരു 4 ചെറുത് ഒരു 2 ഇതുപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ റെസിപ്പിക്ക് ഞാൻ ഓയിലാണ് എടുക്കുന്നത്. ഈ റെസിപ്പിക്ക് വെളിച്ചെണ്ണേക്കാൾ ടേസ്റ്റ് ഓയിൽ തന്നെയാണ്. ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കാം. എരിവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഞാൻ ഒരു പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വളരെ കുഞ്ഞായിട്ട് ചോപ്പാക്കി എടുത്തിട്ടുള്ള സവാളയാണ്. സവാള നല്ല ചെറുതാക്കി കട്ടാക്കി എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു 3 ടേബിൾ സ്പൂണോളം സവാള ഇതുപോലെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ സവാളയൊക്കെ പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഉപ്പ് ഞാൻ അത്യാവശ്യം കൂടുതൽ തന്നെ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതിയാകും. ഇപ്പോൾ സവാള ഒരുവിധം വാടി വന്നപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളം വരുന്ന പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 2 പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലയാണ്. മീറ്റ് മസാല കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഒരു 2 ടീസ്പൂൺ നിറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഈ പൊടികളുടെ പച്ചക്കുത്തൊന്ന് പോകുകയുള്ളൂ. ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സോയ ചങ്ക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഒരു തക്കാളി ചെറുതായിട്ട് കട്ടാക്കിയിട്ട് അതുകൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. സാധാരണ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്കാക്കി എടുക്കാം. ഇത് നല്ല തിളച്ചവെള്ളം ഒഴിച്ചപ്പോൾ തന്നെ ഒരുവിധം കുക്കായിട്ടുണ്ട്. എന്നാലും നമുക്ക് ഈ മസാല ഇതെല്ലാം ഇതിലേക്ക് പിടിക്കാൻ വേണ്ടി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് കമ്മിയുണ്ടാവും. ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുത്താൽ മതി. അത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ലോയിലും ഹൈ ഫ്ലെയിമിലും വെക്കേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്ത വെള്ളം വേഗം വറ്റിപ്പോകും. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്കിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി മണമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുനുകുനാന്ന് കട്ടാക്കിയ കുറച്ച് തേങ്ങാക്കൊത്ത്. നല്ല ടേസ്റ്റാണ്. ഈ അരവിൻ്റെ ഒപ്പം കൂട്ടി കടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ കടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. നല്ലൊരു ബീഫ് റോസ്റ്റിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഈ ഒരു സോയ ചങ്ക്സിന് വരുന്നത്. അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ളതുണ്ട്. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇങ്ങനെ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഇങ്ങനെ റെഡിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് അഭിപ്രായം അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മല്ലിയില കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു സോയ ചങ്ക്സിൻ്റെ ഒരു കൂട്ടാനാണ്. ഒരു റോസ്റ്റാണ് കേട്ടോ നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. അധികം എരിവൊന്നും ഇല്ലാതെയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിത് ഫ്ലെയിമൊക്കെ ഓഫാക്കി ഇതൊന്ന് അടച്ചു കൊടുത്താൽ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് സെർവ് ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ പിടിച്ച് നല്ല അടിപൊളി മണം. ഇപ്പം തന്നെ നല്ല മണമാണ് വരുന്നത്. ഒരു 5 മിനിറ്റിന് ശേഷമാണ് ഞാനിതൊന്ന് സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്കൂൾക്കൊക്കെ കൊടുത്തയക്കാനോ ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ അപ്പോൾ തന്നെ സെർവ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയ ചങ്ക്സിൻ്റെ ഒരു റോസ്റ്റാണ് നമ്മളിവിടെ രണ്ടാമതായിട്ട് കാണിച്ചിട്ടുള്ളത്. സോയ ചങ്ക്സ് ഒക്കെ ചില കുട്ടികൾ കഴിക്കൂല അല്ലേ, അങ്ങനത്തെ കുട്ടികൾക്ക് പോലും ഇത് ഇഷ്ടമാകും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയ ചങ്ക്സ് ആണ്. അപ്പോൾ ഇതാ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്, അടിപൊളി ടേസ്റ്റാണ്. അടുത്ത റെസിപ്പി ഏതാണെന്ന് നോക്കാം. അടുത്തതായിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്.
ഒരു 1.5 ടേബിൾ സ്പൂണോളം വരുന്ന വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ചൂടായി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വരുന്ന ചെറുതായിട്ട് ചോപ്പാക്കി എടുത്തിട്ടുള്ള സവാള കൂടി ചേർത്ത് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ഇങ്ങനെ കീറിയിട്ട് കൊടുക്കാം. എരിവ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി. ഉപ്പും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്ന സമയത്ത് ഞാൻ ഈ ഏത് കൂട്ടാനാണ് വെക്കുന്നത് അതിലേക്ക് ആവശ്യമായ ഉപ്പ് ആദ്യം തന്നെ ചേർക്കും. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. അങ്ങനെയാണ് ഞാൻ ചേർക്കൽ കേട്ടോ. അപ്പോൾ അതാ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരുപാട് വാടി കുഴഞ്ഞ് അങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതാണ് വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചച്ചുവ പോകുകളും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 മീഡിയം വലിപ്പമുള്ള ഉരുളൻകിഴങ്ങ് തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായി മിക്സാക്കിയിട്ട് ഇതൊന്ന് ഒരു 5 മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഉരുളൻകിഴങ്ങല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരു ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് കൊടുത്ത് ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെക്കാം. ഇടയിൽ തുറന്ന് ഇളക്കണം കേട്ടോ, മറന്നു പോകരുത്. നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഉരുളൻകിഴങ്ങൊക്കെയാണ് അല്ലെ അധിക കൂട്ടാനുകളൊക്കെ ഉണ്ടായിരുന്നത്. എനിക്ക് അങ്ങനെ ആയിരുന്നു കേട്ടോ. ഉരുളൻകിഴങ്ങ് മുട്ട, അതുപോലെ ഉരുളൻകിഴങ്ങ് ഫ്രൈ അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുണ്ടാവും. പണ്ടത്തെ എന്നെ പോലുള്ള ആളുകൾക്ക് ഒരുപാട് കമ്മിയായിരുന്നു കൂട്ടാനുകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതാ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് മുളക് പൊടിയുടെ പച്ചച്ചുവ കൂടി പോയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതുകൂടെ ചേർത്തിട്ട് ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി അവസാനമായി ചേർത്ത് നന്നായി മിക്സാക്കി എടുക്കുക. ടൊമാറ്റോ സോസ് ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളൻകിഴങ്ങിൻ്റെ റെസിപ്പിയാണിത് കേട്ടോ. എന്താ പേര് പറയുക അങ്ങനെയൊന്നും എനിക്കറിയില്ല. എന്നാലും നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കൂട്ടാനാണ്. ഞാൻ മക്കളൊക്കെ ചെറുതായിരുന്നപ്പോൾ സ്കൂൾക്ക് കൊടുത്തുവിടാനൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കൂട്ടാനുകളാണ് ഞാൻ തയ്യാറാക്കിയിരുന്നത്. ഇപ്പോഴത്തെ ആളുകൾക്ക് ഇതൊക്കെ ഒന്ന് എന്താ പറയുക ഉപകാരമായിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഇങ്ങനെ ഞാനിത് കാണിച്ചിരുന്നത്. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി ആവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളൻകിഴങ്ങിൻ്റെ റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഈ 3 റെസിപ്പിയിൽ ഏതാണ് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളതെന്ന് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തിരുന്ന ബെല്ലൈക്കണം എന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ എടുത്തുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.